നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. വെസ്റ്റ് കോടിക്കുളം ഐരാമ്പള്ളിയിൽ സ്കൂൾ കുട്ടിയെ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോടിക്കുളത്തും തെന്നത്തൂരും സമാന സംഭവം ഉണ്ടായതായി പരാതിയുണ്ട്. അടിമാലി കല്ലാർ വട്ടിയാർ സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KSSPU തൊടുപുഴ ബ്ലോക്ക് വാർഷിക യോഗവും തിരഞ്ഞെടുപ്പും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ വിപുലീകരിച്ച സ്ഥാപനം മാർച്ച് 2 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെന്നിന്ത്യൻ സിനിമാ താരം സാമന്ത ഉദ്ഘാടനം നിർവഹിക്കും. വെള്ളിയാമറ്റം വില്ലേജിലെ ഭൂമിക്ക് ഉയർന്ന ന്യായവില നിശ്ചയിച്ചതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. വാർത്തകൾ വിശദമായി. വെസ്റ്റ് കോടിക്കുളം ഐരാമ്പള്ളിയിൽ സ്കൂൾ കുട്ടിയെ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. രാവിലെ സ്കൂളിലേക്ക് പോയ വിദ്യാർത്ഥിക്ക് സമീപം കാറിലെത്തിയ മൂവർ സംഘം കാർ കുട്ടിയോട് ചേർത്ത് നിർത്തുകയും മിഠായി നിലത്തേക്കിടുകയും അത് എടുത്തു കൊടുക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഭയന്ന കുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോടിക്കുളത്തും തെന്നത്തൂരും സമാന സംഭവം ഉണ്ടായതായി പരാതിയുണ്ട്. വെസ്റ്റ് കോടിക്കുളം ഐരാമ്പള്ളിയിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. ഇന്ന് രാവിലെ 9:45 ഐരാമ്പള്ളിക്ക് സമീപം സ്കൂളിലേക്ക് നടന്നുപോയ വിദ്യാർത്ഥിക്ക് സമീപം കാറിലെത്തിയ മൂവർ സംഘം കാർ കുട്ടിയോട് ചേർത്ത് നിർത്തുകയും മിഠായി നിലത്തിടുകയും അത് എടുത്തു കൊടുക്കാൻ കുട്ടിയോട് ആവശ്യപ്പെടുകയുമായിരുന്നു. ഭയന്ന കുട്ടി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി. തുടർന്ന് സ്കൂളിലെത്തിയ കുട്ടി ടീച്ചറോട് കാര്യങ്ങൾ അറിയിക്കുകയും അധ്യാപകരും മെമ്പർമാരായ ബിന്ദു പ്രസിഡന്റ്, രമ്യ മനു എന്നിവരുടെ നേതൃത്വത്തിൽ മാതാപിതാക്കളുമായി സംസാരിച്ച ശേഷം പോലീസിൽ പരാതി നൽകി. തെന്നത്തൂർ വാർഡിലും ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഒരു പെൺകുട്ടിയെ ഇതുപോലെ മഞ്ചും മിഠായി എല്ലാം കാണിച്ച് വണ്ടി കയറി പാർക്കിൽ കൊണ്ടുപോകാന്നുള്ള എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ തന്നെ 3 അംഗങ്ങളുള്ളൊരു സംഘം വരികയും അവർ വണ്ടിയിൽ കയറാൻ കൊച്ചിനെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തു. കൊച്ച് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എല്ലാവരും മക്കളെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ 9:15-നും 9:45-നും ഇടയ്ക്ക് ഐരാമ്പള്ളി സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ റോഡിൽ കൂടി നടന്നു പോയപ്പോൾ ഒരു കാറിൽ 3 പേര് വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് കുട്ടി പറഞ്ഞത്. അതിലൊരാളുടെ തലമുടി നീണ്ടതായിരുന്നു എന്നും പറഞ്ഞു. മഞ്ചിട്ട് കൊടുത്തിട്ട് അത് എടുത്തു തരാൻ പറഞ്ഞു. കുട്ടി ഭയന്ന് സമീപത്തുള്ള വീട്ടിൽ കയറുവാനിടയായി. വീട്ടിൽ കയറിയെങ്കിലും കാര്യം പറഞ്ഞില്ല. സ്കൂളിൽ ചെന്നതിന് ശേഷം കൂട്ടുകാരികളോട് പറഞ്ഞു. അതിനുശേഷം ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടി പറയുകയും ടീച്ചറും കുട്ടിയുമായിട്ട് തിരികെ ആ വീട്ടിലെത്തുകയും സമീപത്ത് മഞ്ചിട്ട സ്ഥലത്ത് മഞ്ചുണ്ടോ എന്നറിയാമെന്നും പറഞ്ഞ് കുട്ടിയും ടീച്ചറും ആ വീട്ടിലെ ആളും കൂടി വന്ന് നോക്കുമ്പോൾ മഞ്ച് സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാളിയാർ, തെന്നത്തൂര് എന്നിവിടങ്ങളിലും സമാന സംഭവം ഉണ്ടായതായി പരാതിയുണ്ട്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വന്യമൃഗശല്യം മുഖ്യമന്ത്രി നിസ്സംഗത വെടിയണമെന്നും വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും കേരള കർഷക യൂണിയൻ ഭാരവാഹികൾ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംസ്ഥാന വ്യാപകമായി കാട്ടാനകൾ ഉൾപ്പെടെ വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ച് നിരവധി മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ട് ഒരു നടപടിയും സ്വീകരിക്കാത്ത മുഖ്യമന്ത്രി മൗനം വെടിയണമെന്നും വനം വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നും കേരള കർഷക യൂണിയൻ ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്നതിൽ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും പരാജയപ്പെട്ടിരിക്കുക. വനം വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം, ഇവിടെ ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും അതിനെ പ്രതിരോധിക്കുന്നതിനോ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ വനം വകുപ്പ് മന്ത്രി പരാജയപ്പെട്ടതിനാൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.
വന്യജീവികളെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ തെരുവിലിറങ്ങുമ്പോൾ അവരെ കള്ളക്കേസിൽ കൊടുക്കുന്ന വനം വകുപ്പ് നടപടി പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി വന്യജീവി ആക്രമണത്തിനെതിരെ ജനങ്ങൾ നടത്തുന്ന സമരത്തിനും ഡീൻ കുര്യാക്കോസ് എം പി മൂന്നാറിൽ നടത്തുന്ന സമരത്തിനും കർഷക യൂണിയൻ പൂർണ്ണ പിന്തുണ നൽകുന്നതായും നേതാക്കൾ പറഞ്ഞു. ജനങ്ങൾ ഒന്നാകെ കഷ്ടപ്പെടുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. സംസ്ഥാന വ്യാപകമായി വനം വകുപ്പ് മന്ത്രി വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധിയായ യോഗങ്ങൾ പല സ്ഥലത്തും ചെയ്തു. യോഗങ്ങളിൽ നല്ല നിർദ്ദേശങ്ങൾ എല്ലാ കർഷക സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും നിർദ്ദേശങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ആ നിർദ്ദേശങ്ങളൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ക്രിയാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്ന സർക്കാരിന് വീഴ്ച വന്നിരിക്കുന്നു. ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ, സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, സണ്ണി തെങ്ങുമ്പളിൽ, PG പ്രകാശൻ, സെലിൻ വിൻസെന്റ്, ഷിജോ ഞവറിക്കാട്ട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. അടിമാലി കല്ലാർ വട്ടിയാർ സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021-22 പ്ലാൻ ഫണ്ടിൽ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചാണ് സ്കൂൾ കെട്ടിടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അടിമാലി കല്ലാർ വട്ടിയാർ സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആധുനിക കാലത്തിന് ചേർന്ന രീതിയിൽ വിദ്യാഭ്യാസ രീതികൾ പരിഷ്കരിക്കുന്നതിന് പൊതു വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പ്രധാന പങ്ക് അധ്യാപകർക്കാണ്. അധ്യാപകർക്ക് കാലാനുസൃതമായ പരിഷ്കരണം വേണ്ടതായി വരും. പുതിയ അറിവുകൾ നേടേണ്ടതായി വരും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ സ്കൂളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് A രാജ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇന്ന് അഭിമാനത്തോടു കൂടി കേരളത്തിലെ ജനതയ്ക്ക് പറയാൻ കഴിയും, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്കൂളുകളെ കണ്ട് അവരുടെ സംസ്ഥാനങ്ങളിൽ പോയി ഇതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടി, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ സ്കൂളിലെ കാണാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരുകയാണ്. നിർമ്മാണം നടത്തിയ ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ലാലു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഭവ്യ കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CS അഭിലാഷ്, പുഷ്പ സജി, സ്കൂൾ ഹെഡ്മിസ്ട്രസ് മിനി തോമസ്, PTA പ്രസിഡന്റ് ബിജോ തോമസ്, അടിമാലി AEO ആനിയമ്മ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഷെമീം CH തുടങ്ങിയവർ പ്രസംഗിച്ചു. 1956 ആരംഭിച്ച വട്ടിയാർ സ്കൂൾ 1961 LP സ്കൂളായും 1979 UP സ്കൂളായും 2013 ഹൈസ്കൂളായും ഉയർത്തി. 188 കുട്ടികൾ പഠനം നടത്തുന്ന സ്കൂളിൽ 30ഓളം കുട്ടികൾ വിവിധ ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ളവരാണ്. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വർധനവ് ലക്ഷ്യമിട്ടാണ് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അടിമാലി. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV മധുസൂദനൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം കയ്യെഴുത്ത് മാസികകളുടെ പ്രകാശനം നിർവഹിച്ചു. സ്കൂളിലെ 5 മുതൽ 9 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 29 മാസികകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠനോത്സവവും കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികകളുടെ പ്രകാശനവും നടത്തി. കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TV മധുസൂദനൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാണ്. അതിനുള്ള ഒരു ധന്യമായ ചടങ്ങാണ് ഇവിടെ നടക്കുന്നതെന്ന് ഈ വർഷം ഈ വിദ്യാലയത്തിലെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് നേടി, അത് പ്രകടിപ്പിക്കുവാനുള്ള വേദി. പഠനോത്സവം
അതുപോലെ തന്നെ വിവിധ ക്ലാസ്സുകളിൽ നിന്നും തയ്യാർ. വിദ്യാരംഗം കലാസാഹിത്യവേദി ഉപജില്ലാ കോർഡിനേറ്റർ ശൈലേഷ് MR കയ്യെഴുത്ത് മാസികകളുടെ പ്രകാശനം നിർവഹിച്ചു. സ്കൂളിലെ 5 മുതൽ 9 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ 29 മാസികകൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. കുട്ടികളുടെ സർഗവാസനകളുടെ ആവിഷ്കാരമാണ് ഓരോ മാസികയിലും ദൃശ്യമായത്. കഥ, കവിത, ചിത്രരചന, കാർട്ടൂൺ തുടങ്ങി വിവിധ സർഗസൃഷ്ടികൾ ഉൾക്കൊള്ളിച്ചാണ് ഓരോ മാസികയും തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുത്ത കുട്ടികൾ എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായി നേതൃത്വം കൊടുത്ത് എല്ലാ കുട്ടികളും പങ്കാളികളായാണ് ഓരോ മാഗസിനും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ പാഠ്യേതര രംഗത്ത് നേടിയെടുത്ത മികവാർന്ന വിവിധ ഇനങ്ങൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു. ശാസ്ത്ര പരീക്ഷണങ്ങൾ, ഗണിത കൗതുകങ്ങൾ, പഠനോൽപ്പന്നങ്ങളുടെ പ്രദർശനം, പാഠഭാഗങ്ങളുടെ ദൃശ്യാവിഷ്കാരം, ഇംഗ്ലീഷ് സ്കിറ്റ് തുടങ്ങിയവ കുട്ടികൾ അവതരിപ്പിച്ചു. അത്യന്തം ആകർഷണീയവും പഠന മികവ് തെളിയിക്കുന്നവയുമായിരുന്നു ഓരോ അവതരണവും. ഓരോ ക്ലാസ്സിലെയും മികച്ച കയ്യെഴുത്ത് മാസികയ്ക്കും ഈ അധ്യയന വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ലാസ്സുകൾക്കുമുള്ള സമ്മാനം വിദ്യാഭ്യാസ ഓഫീസർ TV മധുസൂദനൻ വിതരണം ചെയ്തു. മാനേജർ ഫാദർ ജോർജ് കൂർപ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ബിന്ദു വർഗീസ്, വാർഡ് കൗൺസിലർ റിൻസ് റോയ്, PTA പ്രസിഡന്റ് PK സനീഷ്, മാതൃസംഗമം ചെയർപേഴ്സൺ ഗായിനി, ഷാമി ചെറിയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. KSSPU തൊടുപുഴ ബ്ലോക്ക് വാർഷിക യോഗവും തിരഞ്ഞെടുപ്പും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് മൂലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ ലില്ലി മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തൊടുപുഴ ബ്ലോക്ക് വാർഷിക യോഗവും തെരഞ്ഞെടുപ്പും തൊടുപുഴ പെൻഷൻ ഭവൻ ഹാളിൽ നടന്നു. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ സംഘടനകൾ വലുതായെങ്കിൽ മാത്രമേ ശക്തി പ്രാപിക്കുകയുള്ളൂ. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ കാണുന്നിരിക്കുന്ന 65 മേഖലയിലുള്ള പെൻഷൻസിലെ അംഗങ്ങളാണെന്ന് തോന്നുന്നു. ഇപ്പം പെൻഷൻ പറ്റി അംഗങ്ങൾ ആരും പിടിയുന്നു ഈ കാലയളവിൽ ഉള്ളവരായി ഈ കൂടത്തിൽ കാണുന്നില്ല. എന്നുവെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും സംഘടനാ തലത്തിൽ പോയിക്കൊണ്ട് നമ്മുടെ ഇപ്പം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഈ പഞ്ചായത്ത് തലത്തിൽ 6 പഞ്ചായത്തിലും ഉള്ള പെൻഷൻസിൻ്റെ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയുള്ള പ്രവർത്തനങ്ങൾ മഹത്തരായി കൊണ്ടുകൊണ്ട് ബ്ലോക്കിലെയും ജില്ലയും സംസ്ഥാന തലത്തിലുള്ള സംഘടനകൾ കൂടി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഒരു പരിശ്രമം ഉണ്ടാകണമെന്ന് എനിക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് ജോസഫ് മൂലശ്ശേരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MJ ലില്ലി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം K മോഹനൻ, ബ്ലോക്ക് സെക്രട്ടറി CS ശശീന്ദ്രൻ, ബ്ലോക്ക് ട്രഷറർ PK സുകുമാരൻ, സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ KJ ജേക്കബ്, PV പോൾ, ജില്ലാ ട്രഷറർ T ചെല്ലപ്പൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് MJ മേരി എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ജോസഫ് മൂലശ്ശേരി പ്രസിഡന്റ്, CS ശശീന്ദ്രൻ സെക്രട്ടറി, PK സുകുമാരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ വിപുലീകരിച്ച സ്ഥാപനം മാർച്ച് 2 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെന്നിന്ത്യൻ സിനിമാ താരം സാമന്ത ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് 1 ലക്ഷം രൂപ സമ്മാനവും ലഭിക്കും. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള ലോകോത്തര നിലവാരത്തിലുള്ള തുണിത്തരങ്ങൾക്ക് പുറമെ ട്രയൽ മേക്കപ്പ് സ്റ്റുഡിയോ, കിഡ്സ് പ്ലേ ഏരിയ, ബ്രൈഡൽ വെഡ്ഡിംഗ് സ്റ്റുഡിയോ, ഗ്രൂം സ്റ്റുഡിയോ തുടങ്ങിയ വിവിധ സൗകര്യങ്ങളോടെയാണ് വിപുലീകരിച്ചിരിക്കുന്നത്. വസ്ത്രവൈവിധ്യങ്ങളുടെ വരവേൽപ്പ് നൽകാൻ ഒരുങ്ങി മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. ഒരു പതിറ്റാണ്ടായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന മഹാറാണി ഇപ്പോൾ മധ്യ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ഷോറൂമായി വളർന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള ലോകോത്തര നിലവാരത്തിലുള്ള തുണിത്തരങ്ങൾ നിരത്തി ട്രയൽ മേക്കപ്പ് സ്റ്റുഡിയോ, കിഡ്സ് പ്ലേ ഏരിയ, ബ്രൈഡൽ വെഡ്ഡിംഗ് സ്റ്റുഡിയോ, ഗ്രൂം സ്റ്റുഡിയോ, സിൽക്ക് ഗ്രൂം സ്റ്റുഡിയോ, കസ്റ്റമർ ലോഞ്ച്, ഫാഷൻ ഡിസൈനർമാർ, ബ്രൈഡൽ കൺസൾട്ടൻസ്, ഓൾട്ടർനേഷൻ അസിസ്റ്റൻസ്, കസ്റ്റമർ സർവീസ് തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടി 65,000 സ്ക്വയർ ഫീറ്റിലാണ് വിപുലീകരിച്ചിരിക്കുന്നത്. മാർച്ച് 2 രാവിലെ 10 മണിക്ക് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം തെന്നിന്ത്യൻ സിനിമാ താരം സമാന്ത നിർവഹിക്കും. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, കിഡ്സ് വെയർ, ഫുഡ് വെയർ, സാരി, ഷർട്ടിംഗ് ആൻഡ് സ്യൂട്ടിംഗ്, റണ്ണിംഗ് മെറ്റീരിയൽസ്, ബാഗ്സ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി തുടങ്ങി വസ്ത്രങ്ങളും ആക്സസറീസും ഉൾപ്പെടെ വിവിധ ഇനങ്ങളാണ് മഹാറാണി ഉപയോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ശരിയായ വില അതിനൊത്ത മൂല്യം എന്ന ആശയം മുൻനിർത്തിക്കൊണ്ടാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. ഇതിനെ തൊടുപുഴയിലെ ജനങ്ങൾ ഇതിലേക്ക് സ്വീകരിച്ചിരുന്നു. ഈ സ്വീകാര്യതയ്ക്കും നാളത്തെ വരെ മഹാറാണി സന്ദർശിച്ച എല്ലാവർക്കും, നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിലൊരു നന്ദി അറിയിക്കുകയാണ്. 7 വർഷങ്ങൾക്കിപ്പുറം അതേ ആശയം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് കൂടുതൽ മികവുറ്റത് വിവാഹത്തിനായാലും ആഘോഷത്തിനായാലും തൊടുപുഴയിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യമായിട്ടാണ് മഹാറാണി പുതിയ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഏത് കോണിൽ ലഭിക്കുന്ന ട്രെൻഡിങ് വിവാഹ വസ്ത്രങ്ങൾ
അതേസമയം തന്നെ മഹാറാണിയിൽ ലഭ്യമാക്കുക എന്നതാണ് മഹാറാണിയുടെ ഇപ്പോഴത്തെ പുതിയ ലക്ഷ്യം. ഇതിനായി ഇന്ത്യയൊട്ടാകെ നിരന്തരം സഞ്ചരിച്ച് മേൽത്തരം ക്വാളിറ്റിയുള്ള പ്രിന്റിംഗ് വിവാഹ വസ്ത്രങ്ങൾ അതേസമയം തന്നെ മഹാറാണിയിൽ എത്തിക്കുക എന്നതിന് വേണ്ടി ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടീം തന്നെ യോജിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റേത് നഗരങ്ങളിലെയും മുന്തിയ സ്ഥാപനങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളും ഇപ്പോൾ നമ്മുടെ തൊടുപുഴയിലും ലഭിക്കും എന്നത് മഹാറാണിക്ക് ഇപ്പോൾ അഭിമാനകരമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഷോറൂമിൽ എത്തുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഏറ്റവും ഉയർന്ന സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള 500-ൽ പരം സെയിൽസ് ജീവനക്കാര്, അതുപോലെ തന്നെ ഫ്ലോർ ഹോസ്റ്റേഴ്സുമാര്, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനേഴ്സ്, ബ്രൈഡൽ കൺസൾട്ടന്റുമാര്, ഇതിനു പുറമെ 120-ൽ പരം കാർ പാർക്കിംഗ് ഏരിയ, കിഡ്സ് പ്ലേ ഏരിയ, കസ്റ്റമർ ലോഞ്ച്, ട്രയൽ മേക്കപ്പ് സ്റ്റുഡിയോ, ബ്രൈഡൽ വെഡിങ് സ്റ്റുഡിയോ, ഗ്രൂം സ്റ്റുഡിയോ, ഫുട്വെയർ ആൻഡ് ബാഗ് ഡിവിഷൻ, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി ആൻഡ് കോസ്മെറ്റിക് ഡിവിഷൻ എന്നിവയും മഹാറാണിയിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനായിട്ട്. ഇതിനെല്ലാം പുറമെ ഉദ്ഘാടന സമയത്ത് ഷോറൂമിന് മുന്നിൽ സന്നിഹിതരായിരിക്കുന്ന ആളുകൾക്ക് നറുക്കെടുപ്പിലൂടെ 1 ലക്ഷം രൂപ സമ്മാനമായിട്ടും ആ അവസരത്തിൽ തന്നെ നൽകുന്നുണ്ട്. ഇതിനു പുറമെ ഷോറൂമിൽ നിന്നും ആദ്യം പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് ഒരു ബ്രാൻഡഡ് പ്രഷർ കുക്കറും സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഉദ്ഘാടന സമയത്ത് തന്നെ സമൂഹത്തിലെ നിർധനരായ 10 രോഗികൾക്ക് ചികിത്സാ ധനസഹായം വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ വിതരണോദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ PJ ജോസഫ് സാറാണ് നിർവഹിക്കുന്നത്. മാർച്ച് 2-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ താരം സമന്തയാണ്. പ്രശസ്ത തെന്നിന്ത്യൻ താരം സമന്ത മഹാറാണി വെഡിങ് കളക്ഷൻസ് നാടിനായി സമർപ്പിക്കുന്ന ആ അവസരത്തിലേക്കും തുടർന്നും കേരളത്തിലെ മുഴുവൻ ആളുകളെയും ആത്മാർത്ഥമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ റിയാസ് VA, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് MD സെക്രട്ടറി നിയാസ് PA, മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ പഴമ്പള്ളിൽ, അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് പർച്ചേസ് മാനേജർ സലീം NM കൂടാതെ മറ്റ് മാനേജ്മെന്റ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തോട്ടം മേഖലകളിലെ എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ രോഗകാരണങ്ങളായ പാർത്തീനിയം ചെടി തഴച്ചു വളരുന്നത് വെട്ടിനശിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. അലർജി, ത്വക്കുരോഗം, ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവയ്ക്ക് കാരണമാവുന്ന ചെടികൾ വെട്ടിനശിപ്പിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. വേനൽ ശക്തമായതോടെ ചെടിയിലെ പൂക്കൾ ഉണങ്ങി കാറ്റിൽ പറന്ന് രോഗസാധ്യതകൾ വർദ്ധിക്കുമെന്നും വിലയിരുത്തുന്നു. ആസ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന പാർത്തീനിയം ചെടി അലർജിക്ക് കാരണമാവാറുണ്ട്. ഇതിന്റെ സാമീപ്യം പലരുടെയും ദേഹത്ത് ചൊറിച്ചിലും തടിപ്പും ഉണ്ടാക്കും. പാർത്തീനിയത്തിൽ അടങ്ങിയിരിക്കുന്ന പാർത്തനിൻ അലർജി ഉണ്ടാക്കുന്നു. ത്വക്കുരോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും മനുഷ്യർക്ക് ഉണ്ടാക്കുന്നു. ഇത് പ്രധാനമായും പൂമ്പൊടിയുടെ അലർജിയാണ്. ശ്വാസനാള സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർക്ക് പാർത്തീനിയത്തിന്റെ പൂമ്പൊടിയുള്ള വായു ശ്വസിക്കുന്നത് തുടർച്ചയായ തുമ്മൽ, മൂക്കടപ്പ്, കണ്ണിൽ നിന്നും വെള്ളം വരിക എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത്തരത്തിൽ രോഗകാരണങ്ങളാകുന്ന പാർത്തീനിയം ചെടികളാണ് എസ്റ്റേറ്റ് മേഖലകളിലെ ലയങ്ങൾക്ക് സമീപവും വഴിയരികുകളിലും തഴച്ചു വളർന്ന് രോഗഭീതി പരത്തുന്നത്. എല്ലാ വർഷങ്ങളിലും ഇത്തരം ചെടികളടക്കമുള്ള കാടുകൾ എസ്റ്റേറ്റ് അധികൃതർ വെട്ടി നശിപ്പിക്കാറുള്ളതാണ്. എന്നാൽ വേനൽക്കടുത്ത് ചെടികളിലെ പൂവുകൾ ഉണങ്ങി ഇവ കാറ്റിൽ പറന്ന് രോഗകാരണമായേക്കാവുന്ന സ്ഥിതി രൂക്ഷമായിട്ടും പല സ്ഥലങ്ങളിലും ഇവ വെട്ടി നശിപ്പിച്ചിട്ടില്ല എന്ന പരാതിയാണ് വ്യാപകമായി ഉയർന്നത്. ഈ ചെടി ഈ രോഗമുള്ളവർക്ക്, ആസ്മ രോഗമുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പരസ്പരം ഫുള്ളും പറന്നെത്തുകയും ബാക്കിയുള്ള കുട്ടികളടക്കം പ്രദേശത്ത് കൂടി തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് പറന്ന് എത്തുകയും ചെയ്യുന്നു. ഇത് ഈ ചെടി വെട്ടി നീക്കാനായിട്ട് കമ്പനിയിലുള്ള അധികൃതരോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ളവരോ ബന്ധപ്പെട്ടവർ ഇതിന് വെട്ടിമാറ്റണമെന്ന് തൊഴിലാളിയുടെ നിലയ്ക്ക് ഞാൻ പറയുന്നു. പ്രായാധിക്യത്താലും രോഗാവസ്ഥയിലുമുള്ള ജനങ്ങൾ പാർക്കുന്ന എസ്റ്റേറ്റ് മേഖലകളിൽ തഴച്ചു വളരുന്ന പാർത്തീനിയം ചെടികൾ വെട്ടി നശിപ്പിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഈ വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഉപ്പുലായിനി തെളിക്കുന്നത് ഈ കളയെ ഉണക്കാൻ പര്യാപ്തമാണ്. അതിനാൽ പാർത്തീനിയം ചെടികൾ വെട്ടി നശിപ്പിക്കാത്ത പക്ഷം ഈ മാർഗം ഉപയോഗിച്ചെങ്കിലും രോഗകാരണങ്ങൾക്ക് വഴിതെളിക്കുന്ന ചെടികൾ നശിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. വെള്ളിയാമറ്റം വില്ലേജിലെ ഭൂമിക്ക് ഉയർന്ന ന്യായവില നിശ്ചയിച്ചതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി K. രാജൻ
ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. കർഷകർ ഉൾപ്പെടെ ജനങ്ങൾ ദുരിതത്തിൽ കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെട്ടും അപേക്ഷാ ഫീസ് ഇനത്തിൽ വീണ്ടും സർക്കാരിലേക്ക് പണം ഈടാക്കാനുള്ള നിലപാടിലാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ അപേക്ഷകൾ കൂട്ടമായി സമാഹരിച്ച് അടുത്ത ദിവസം ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് വെള്ളിയാമറ്റം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി മൈക്കിൾ പുരയിടം BBC ന്യൂസിനോട് പറഞ്ഞു. വെള്ളിയാമറ്റം വില്ലേജിലെ ഭൂമിക്ക് ഉയർന്ന ന്യായവില നിശ്ചയിച്ചതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. കർഷകർ ഉൾപ്പെടെ ജനങ്ങൾ ദുരിതത്തിൽ കഴിയുമ്പോൾ ഉദ്യോഗസ്ഥർ പലതരത്തിലുള്ള രേഖകൾ ആവശ്യപ്പെട്ടും അപേക്ഷാ ഫീസ് ഇനത്തിൽ വീണ്ടും സർക്കാരിലേക്ക് പണം ഈടാക്കാനുള്ള നിലപാടിലാണ്. ഉദ്യോഗസ്ഥർക്ക് വന്ന തെറ്റിന് ജനങ്ങൾ പിഴ നൽകണമെന്ന നിലപാടാണ് സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഉയർന്ന ന്യായവില മൂലം കാലങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് നാട്ടുകാർ. ചെറുകിട കർഷകരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അധിവസിക്കുന്ന മലയോര പിന്നോക്ക മേഖലയായ വെള്ളിയാമറ്റം വില്ലേജിൽ നിലവിലുള്ള ഭൂമിയുടെ ന്യായവില തൊടുപുഴ നഗരസഭയിലേതിന് തുല്യമാണെന്നാണ് പരാതി. സമീപത്തെ അറക്കുളം, കൊടിയത്തൂർ, ആലക്കോട്, കരിമണ്ണൂർ വില്ലേജുകളെ അപേക്ഷിച്ച് വെള്ളിയാമറ്റം വില്ലേജിൽ 4-5 ഇരട്ടിയാണ് താരിഫ് വില നിശ്ചയിച്ചിരിക്കുന്നത്. കൂടാതെ വർഷാവർഷം ന്യായവിലയുടെ നിശ്ചിത ശതമാനം വർദ്ധിക്കുന്നത് കൂടുതൽ ദുരിതമാകുന്നു. ഉയർന്ന താരിഫ് വില മൂലം ഇവിടെ വസ്തു കൈമാറ്റവും വിൽപ്പനയും വലിയ പ്രതിസന്ധിയിലാണ്. സ്ഥലം വിൽക്കാൻ കഴിയാത്തതിനാൽ മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം, രോഗികളുടെ ചികിത്സ എന്നിവയൊക്കെ മുടങ്ങുന്ന സംഭവങ്ങളുമുണ്ട്. വില ഉയർന്നാണെങ്കിലും വായ്പ ആവശ്യത്തിന് ബാങ്കിൽ ചെന്നാൽ മതിയായ തുക ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ അപേക്ഷകൾ കൂട്ടമായി സമാഹരിച്ച് അടുത്ത ദിവസം ഇടുക്കി ജില്ലാ കളക്ടർക്ക് നൽകുമെന്ന് വെള്ളിയാമറ്റം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി മൈക്കിൾ പുരയിടം BBC ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോഴും വെള്ളിയാമറ്റത്ത് സ്ഥലം വിൽക്കുന്നവരെ സംബന്ധിച്ച് സ്ഥലം വിൽക്കണമെങ്കിൽ പുറത്തുനിന്ന് പൈസ കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും അടച്ചെങ്കിൽ മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അതായത് 50,000 രൂപ വിലയ്ക്ക് ഇപ്പോൾ വിൽക്കുന്ന ഒരു സ്ഥലത്തിന് കണക്ക് വെച്ച് ഞാൻ പറഞ്ഞത് കാണിച്ചാൽ കൃത്യമായിട്ട് പറയാം 58,080 രൂപ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതായത് 8,080 രൂപ അഡീഷണൽ കയ്യിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഒരാൾ ഞങ്ങളുടെ സ്ഥലം വാങ്ങിക്കുള്ളൂ. വെള്ളിയാമറ്റംകാർക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദുർഭഗമായ അവസ്ഥയാണ്. രാഷ്ട്രീയക്കാരെല്ലാം കൈയൊഴിഞ്ഞിരിക്കുന്നു. അവരാരും ഈ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ എത്ര തീരുമാനങ്ങൾ ഉണ്ടായാലും അതിന് ബാക്കി പത്രമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. ആകെപ്പാടെയുള്ള വലിയൊരു പിടിവള്ളി എന്ന് പറയുന്നത് ഞങ്ങൾ കളക്ടർക്ക് കേസ് കൊടുത്തു, ഫസ്റ്റ് അപ്പീൽ കൊടുത്തു, സെക്കൻഡ് അതിന് യാതൊരു മറുപടിയും ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതിനാൽ ഹൈക്കോടതിയിൽ അടുത്ത ആഴ്ചയിൽ അത് വീണ്ടും ഫയൽ ചെയ്യും. കാരണം ഫസ്റ്റ് അപ്പീലിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് കളക്ടറാണ്. കളക്ടർ ഇത് കേസ് പരിഗണിക്കാത്തതിനാൽ 1 വർഷം കഴിഞ്ഞിരിക്കുന്നതിനാലും ഈ കേസ് ഹൈക്കോടതിയിൽ നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഫോം എല്ലാം കൂടി അതായത് ജനപ്രതിനിധിയെ കൂട്ടിക്കൊണ്ട് കളക്ടർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യമായിട്ടും അത് തിരുത്തുവാൻ ജനങ്ങൾ മന്ത്രിയുടെയും കളക്ടറുടെയും പിന്നാലെ നിരന്തരം നടക്കേണ്ട സാഹചര്യം ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ജനപ്രതിനിധികൾ ജനങ്ങളെ മറന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ജനാധിപത്യമാണ് ഇപ്പോൾ കേരളത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ദന്ത ചികിത്സാ രംഗത്ത് അതിനൂതന സാങ്കേതിക മികവോടെ സ്മൈൽ ഓൺ ഡെന്റ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഫുള്ളി ഡിജിറ്റൽ ഡെന്റൽ ക്ലിനിക് വണ്ണപ്പുറം സെൻട്രൽ ജംഗ്ഷനിൽ തോട്ടുങ്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇൻട്രാ ഓറൽ സ്കാനർ, ഡിജിറ്റൽ എക്സ്റേ സേവനങ്ങൾ, നൂതന ചികിത്സാ രീതികളോടെയും ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA നിർവഹിച്ചു. ദന്തചികിത്സാ രംഗത്ത് അതിനൂതന സാങ്കേതിക മികവോടെ സ്മൈൽ ഓൺ ഡെന്റ കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഫുള്ളി ഡിജിറ്റൽ ഡെന്റൽ ക്ലിനിക് വണ്ണപ്പുറം സെൻട്രൽ ജംഗ്ഷനിൽ തോട്ടുങ്കൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA നിർവഹിച്ചു. നമുക്ക് കൂടുതൽ ആളുകൾ പട്ടയക്കുടി കുളിക്കത്തൊട്ടി ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഇങ്ങനെ ഒരു ആശുപത്രി കൂടി വന്നതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഒരു തിരക്കേറിയ ഒരു ഏരിയയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി റെജി, വാർഡ് മെമ്പർമാരായ റഷീദ് തോട്ടുങ്കൽ,
സജി കണ്ണമ്പുഴ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു കുന്നത്തുശ്ശേരി, വണ്ണപ്പുറം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷിജോ സെബാസ്റ്റ്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സ്മൈലിൻ ഡെന്തൽ കെയർ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യകളോടാണ് തുടങ്ങിയിരിക്കുന്നത്. വണ്ണപ്പുറത്തെ ജനങ്ങൾക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിന് എല്ലാവിധ ആശംസകളും വിജയാശംസകളും നേരുന്നു. ആധുനിക രീതിയിൽ പുതിയ സംവിധാനങ്ങളുമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വണ്ണപ്പുറത്തിൻ്റെ മുഖച്ഛായയ്ക്ക് തന്നെ മാറ്റമേകിക്കൊണ്ട് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ വണ്ണപ്പുറത്തേക്ക് കടന്നു വന്ന തൊടുപുഴയിലും മൂവാറ്റുപുഴയിലും എറണാകുളത്തുമെല്ലാം പോയി നടത്തേണ്ട ആവശ്യകതകളെല്ലാം വണ്ണപ്പുറത്ത് തന്നെ പരിഹരിക്കുവാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ട് കടന്നു വന്നിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. തീർച്ചയായും വണ്ണപ്പുറത്തും സമീപ പ്രദേശങ്ങളിലെ എല്ലാവർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിയും. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അനുദിനം വളരുന്ന ദന്ത സംരക്ഷണ പരിചരണ ചികിത്സാ മേഖലയിൽ കാലാനുസൃതവും നൂതനവുമായ സാങ്കേതിക മികവോടെ പല്ലുകൾ കമ്പിയിടാതെ തന്നെ നേരെയാക്കുന്ന ക്ലിയർ അലൈനർ ട്രീറ്റ്മെന്റ്, ഒറിജിനൽ പല്ല് പോലെ തന്നെ ഉറച്ചിരിക്കുന്ന ഇംപ്ലാന്റ് ആൻഡ് ബ്രിഡ്ജ് ട്രീറ്റ്മെന്റ്, വധൂവരന്മാർക്കായി ബ്രൈഡൽ ആൻഡ് ഗ്രൂം സ്മൈൽ മേക്ക് ഓവർ ട്രീറ്റ്മെന്റ്, സ്മൈൽ ഡിസൈനിങ്, വേദനരഹിത റൂട്ട് കനാൽ ചികിത്സ, കുട്ടികളുടെ അസ്ഥിദന്ത പരിചരണം തുടങ്ങി ദന്തസംബന്ധമായ എല്ലാ ചികിത്സകളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ സ്മൈലോൺ ഡെന്റ് കെയർ ചെയ്തു നൽകുന്നു. ഡെന്റൽ മേഖലയിലെ ഏറ്റവും അത്യാധുനിക ടെക്നോളജിയുമായിട്ട് വണ്ണപ്പുറത്തെ ജനങ്ങൾക്ക് സേവനം കൊടുക്കുന്നതിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്മൈലോൺ ഡെന്റാ കെയർ. എറണാകുളത്തെ കോതമംഗലം, കോട്ടപ്പടി എന്നിവിടങ്ങളിലായിട്ട് ഒരു 4 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് സ്മൈലോൺ ഡെന്റാ കെയർ. ഡെൻ്റലിലെ എല്ലാ അത്യാധുനിക ടെക്നോളജീസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ബേസിക്കലി ഇൻട്രാ ഓറൽ സ്കാനർ, അതായത് വായിലെ അളവുകൾ ഡിജിറ്റലി സ്കാൻ ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജിയാണ്. വലിയ വലിയ നഗരങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതായത് നമുക്ക് വണ്ണപ്പുറത്ത് ജനങ്ങൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് സ്മൈലോൺ ഡെന്റാ കെയറിൽ. ഹായ്, ഞാൻ ഡോക്ടർ ഷംസി മജീദ്, വണ്ണപ്പുറം ടൗണിൽ പുതുതായി ആരംഭിച്ച സ്മൈലോൺ ഡെന്റാ കെയർ എന്ന് പറയുന്ന ക്ലിനിക്കിലെ മെയിൻ ചീഫ് ഡെൻ്റൽ സർജനാണ്. സ്മൈലോൺ ഡെന്റാ കെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് തുടങ്ങിയേക്കുന്ന ഒരു ക്ലിനിക്കാണ്. ക്ലിയർ അലൈനർ, അതായത് പല്ല് കമ്പിയിടാതെ തന്നെ നേരെയാക്കുന്ന ചികിത്സ, ഇംപ്ലാന്റ്, ബ്രൈഡൽ സ്മൈൽ മേക്ക് ഓവർ, സ്മൈൽ ഡിസൈനിങ്, അതുകൂടാതെ സാധാരണമായ എല്ലാ ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്ലിനിക്ക്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ, അതായത് എല്ലാ പുതിയ തരം ട്രീറ്റ്മെൻറ്റ്സും വണ്ണപ്പുറത്തുള്ള ജനങ്ങൾക്ക്, ഈ മലയോര ഗ്രാമങ്ങളിലെല്ലാം എത്തിക്കുക, എല്ലാവർക്കും ഇതുപോലത്തെ ഒരു സർവീസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ക്ലിനിക്കിൻ്റെ ഉദ്ദേശം, ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ. കൂടാതെ രോഗനിർണയത്തിന് ആവശ്യമായ നൂതന ഇൻട്രാ ഓറൽ സ്കാനർ, ഡിജിറ്റൽ എക്സ്റേ സേവനങ്ങളും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന വേളയിലും തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കോതമംഗലം ടൗണിൽ തണ്ണീർ പന്തൽ ഒരുക്കി. കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ അനസ് ഉദ്ഘാടനം നിർവഹിച്ചു. കടുത്ത വേനലിൽ യൂണിറ്റുകളിൽ തണ്ണീർപന്തൽ, പറവകൾക്ക് തണ്ണീർക്കുടം, കുടിവെള്ളക്ഷാമമുള്ള സ്ഥലങ്ങളിൽ വെള്ളമെത്തിക്കൽ, തണ്ണീർത്തടം സംരക്ഷണം എന്നിങ്ങനെ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് SYS ക്യാമ്പയിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നത്. ജലമാണ് ജീവൻ എന്ന പ്രമേയത്തിൽ SYS സംഘടിപ്പിക്കുന്ന ജലസംരക്ഷണ ക്യാമ്പയിൻ കോതമംഗലം സോൺതല ഉദ്ഘാടനം കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തണ്ണീർപന്തൽ ഒരുക്കി കോതമംഗലം ട്രാഫിക് സബ് ഇൻസ്പെക്ടർ അനസ് ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനലിൽ യൂണിറ്റുകളിൽ തണ്ണീർപന്തൽ, പറവകൾക്ക് തണ്ണീർക്കുടം, കുടിവെള്ളക്ഷാമമുള്ള സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കൽ, തണ്ണീർത്തടം സംരക്ഷണം ഇങ്ങനെ നിരവധി സാമൂഹിക സേവന പ്രവർത്തനങ്ങളാണ് SYS ക്യാമ്പയിനോടനുബന്ധിച്ച് നടപ്പിലാക്കുന്നത്. ഇസ്മായിൽ സഖാഫി നെല്ലിക്കുഴി, മീരാൻ സഖാഫി നെല്ലിക്കുഴി, നൂർദീൻ സഖാഫി, അബ്ബാസ് സഖാഫി, നൌഷാദ് മദനി, ഫൈസൽ നെല്ലിക്കുഴി, നജീബ് പിടവൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഇടുക്കി ജില്ലയിലെ പ്രധാന അഡ്വഞ്ചർ ടൂറിസം സ്പോട്ടുകളിൽ ഒന്നാവാൻ ഒരുങ്ങി വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രം. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംരംഭകരായ യുവാക്കൾ ചേർന്നാണ് അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമിട്ടത്. പദ്ധതിയുടെ ഭാഗമായി 250 മീറ്റർ നീളത്തിൽ സിപ്പ് ലൈൻ സ്ഥാപിച്ച് അഡ്വഞ്ചർ ടൂറിസത്തിന് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് അടുത്ത സ്ഥലങ്ങളിലെ അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടിപ്പെരിയാർ മൗണ്ട് സത്രത്തിൽ അഡ്വഞ്ചർ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള സിപ്പ് ലൈൻ ആരംഭിച്ചത്. കുമളിയിൽ നിന്നും ജീപ്പ് സഫാരിയിൽ ദിവസവും 100 കണക്കിന് വിനോദസഞ്ചാരികളാണ് സത്രത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തുന്നത്.
ഈ സാധ്യത കണക്കിലെടുത്താണ് വിദേശ അന്തർ സംസ്ഥാന പ്രാദേശിക വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് അഡ്വഞ്ചർ ടൂറിസത്തിന് വണ്ടിപ്പെരിയാർ മൗണ്ടിൽ തുടക്കമായതെന്ന് സംരംഭകനായ അനന്തു പറയുന്നു. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിപ്ലൈൻ അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. അപ്പോൾ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ നമ്മുടെ ചക്രത്തിലേക്ക് പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ സംരംഭം നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ വിനോദം ആസ്വദിക്കാൻ, അഡ്വഞ്ചർ ആക്ടിവിറ്റികൾ ആസ്വദിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ നമ്മുടെ സിപ്ലൈനിലേക്ക് വരാവുന്നതാണ്. കണ്ണത്താ ദൂരത്തോളം ഉയരമേറിയ കുന്നുകളിൽ പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ മനോഹര കാഴ്ചകൾക്കൊപ്പം തേയിലക്കാടുകൾക്ക് മുകളിലൂടെ ഇനി സിബ്ലൈനിലെ സാഹസിക സഞ്ചാരവും ആസ്വദിക്കാം. തേയിലക്കാടുകളുടെ മുകളിലൂടെയുള്ള സിബ്ലൈൻ യാത്ര വ്യത്യസ്ത അനുഭവമായിരുന്നതായി സിബ്ലൈനിൽ യാത്ര ചെയ്തവർ പറയുന്നു. വണ്ടിപ്പെരിയാർ മൗണ്ടിൽ ആരംഭിച്ച അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടനം പീരുമേട് MLA വാഴൂർ സോമൻ നിർവഹിച്ചു. ഇത്തരമൊരു സിപ്ലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ നാട്ടിലെ ടൂറിസം വികസനത്തിന് അങ്ങേയറ്റം സഹായകരമായിരിക്കുമെന്ന കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവഴി ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ സത്രത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ എയർ സ്ട്രിപ്പിലേക്കും ദിവസേന യാത്ര ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും അതിനിടയിൽ ഇതുപോലൊരു സൗകര്യം ഒരുക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനമാണ്. അത് ഈ നാടിൻ്റെ വികസനത്തിനും സഹായകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, താമസം വിന ഇവിടെ നിന്നും അർണക്കൽ ഗ്രാമ്പി വഴിയുള്ള റോഡ് പണി തീരുകയാണ്. ആയതിനു വേണ്ടി 10 കോടി രൂപ അനുവദിച്ച് ഉത്തരവായിട്ടുണ്ട്. അങ്ങനെ ആ റോഡ് കൂടി വികസിച്ചാൽ ഇവിടെ നിന്നും ഇവിടെ വന്നിട്ട് ആളുകൾക്ക് ഗ്രാൻഡ് വഴി പരുന്തുംപാറയിലേക്കും അവിടെ നിന്ന് വാഗമണിലേക്കും എല്ലാം പോകുവാനും തിരിച്ചു വരുവാനും ഉള്ള സൗകര്യവും കൂടി ഒരുങ്ങുകയാണ്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കൊളുത്തിങ്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയപ്രതിഭ, ഗുണേശ്വരി, M. ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. 100 അടിയിലധികം ഉയരമുള്ള സിബ്ലൈൻ ആയതിനാൽ സുരക്ഷയുടെ കാര്യത്തിൽ കൃത്യത ഉറപ്പുവരുത്തുന്നുണ്ട്. സിബ്ലൈൻ വിജയമായാൽ സ്കൈ സൈക്ലിംഗ്, പാരാഗ്ലൈഡിംഗ് ഉൾപ്പെടെയുള്ള ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തി അഡ്വഞ്ചർ ടൂറിസം വിപുലീകരിക്കാനാണ് സംരംഭകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കാളിയാർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് അനീഷ് കിഴക്കേലിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പൊതുയോഗം തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മുനിസിപ്പൽ കൗൺസിലറുമായ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് കരുതലായി കർഷകർക്ക് കൈത്താങ്ങും പിന്തുണയുമായി 1.5 പതിറ്റാണ്ടായി വണ്ണപ്പുറം കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന കാളിയാർ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം നടന്നു. സംഘം പ്രസിഡന്റ് അനീഷ് കിഴക്കേലിന്റെ അധ്യക്ഷതയിൽ നടന്ന വാർഷിക പൊതുയോഗം തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും മുനിസിപ്പൽ കൗൺസിലറുമായ K. ദീപക് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ ഏതാണ്ട് 72ഓളം പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉള്ളതിൽ എനിക്ക് തോന്നുന്ന 10-ൽ താഴെ ഉള്ളത് മാത്രമേ ലാഭത്തിൽ അല്ലെങ്കിൽ നഷ്ടമല്ലാതെ പ്രവർത്തിക്കുന്ന സംഘങ്ങളുള്ളൂ. വളരെ ദയനീയമായൊരു സ്ഥിതി തന്നെയാണ് പല സംഘങ്ങളുടെയും അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു കാർഷിക മേഖലയായ വണ്ണപ്പുറത്ത് തന്നെ വേറെ സഹകരണ ബാങ്കുകളൊക്കെ ഉണ്ട്, മറ്റ് കേരള ബാങ്കിൻ്റെ ഉണ്ട്, അർബൻ ബാങ്കിൻ്റെ ഒക്കെ ഉണ്ട്, ശാഖകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അപ്പോൾ ഇത്രയും വലിയ ഒരു ചെറിയ ഒരു സ്ഥലത്ത് ഇത്രയും ഒരു വലിയ ഫൈറ്റ് നടത്തി ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമാണ്. ചടങ്ങിൽ മികച്ച സഹകാരികൾക്കുള്ള മെമന്റോ വിതരണം ചെയ്തു. സംഘം സെക്രട്ടറി KG ശിവൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA, ഡയറക്ടർമാരായ KP വർഗീസ്, സനു കക്കാട്ട്, LC ജോൺ, PC ജോസഫ്, ഫിലോമിന മത്തൻകുടിയിൽ തുടങ്ങിയവർ ആശംസയും വൈസ് പ്രസിഡന്റ് ജോയി ജെയിംസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെസ്റ്റ് കോടിക്കുളം ഐരാമ്പള്ളിയിൽ സ്കൂൾ കുട്ടിയെ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി പരാതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോടിക്കുളത്തും തെന്നത്തൂരും സമാന സംഭവം ഉണ്ടായതായി പരാതിയുണ്ട്.
അടിമാലി കല്ലാർ വട്ടിയാർ സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. KSSPU തൊടുപുഴ ബ്ലോക്ക് വാർഷിക യോഗവും തിരഞ്ഞെടുപ്പും നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസിന്റെ വിപുലീകരിച്ച സ്ഥാപനം മാർച്ച് 2 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെന്നിന്ത്യൻ സിനിമാ താരം സാമന്ത ഉദ്ഘാടനം നിർവഹിക്കും. വെള്ളിയാമറ്റം വില്ലേജിലെ ഭൂമിക്ക് ഉയർന്ന ന്യായവില നിശ്ചയിച്ചതിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രി കെ രാജൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.